ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോണേ? നമ്മൾ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. നമ്മൾ താമസിക്കുന്ന കാഞ്ഞിരംകുളം ടൗണിന്റെ അടുത്തായിട്ടാണ് ഈ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ ഉള്ളത്. കാഞ്ഞിരംകുളം ടൗണിൽ നിന്ന് നമ്മൾ ബാലരാമപുരം നെയ്യാറ്റിൻകരയൊക്കെ പോകുന്ന റോഡ്, അത് ആവണാക്കുഴി വഴി പോകുന്ന റോഡിന്റെ സൈഡിൽ ആ റോഡ് വഴി തിരിഞ്ഞാണ് നമ്മൾ ഈ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകുന്നത്. സോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ ചാനലിലേക്കും പുതിയൊരു വീഡിയോയിലേക്കും സ്വാഗതം. കാഞ്ഞിരംകുളത്തുനിന്ന് ബാലരാമപുരം പോകുന്ന റൂട്ടില് ആവണാക്കുഴിയൊക്കെ എത്തുന്നതിന് മുമ്പ് കണ്ണറവിള എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ നേരെ ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് പോകുന്നത്. ഒരു ചെറിയ വഴിയാണ്. മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞ് നമ്മൾ ആ ചെറിയ വഴി ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് കയറിയിട്ടുണ്ട്. പാറുവേ, ഈ ബൊട്ടാണിക്കൽ ഗാർഡനെ പറ്റി എന്തൊക്കെയാ അറിയാവുന്നേ? ഇതൊരു പ്രൈവറ്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. 1970-കളിലാന്ന് തോന്നുന്നു ഇത് തുടങ്ങിയത്. 3 ബ്രദേഴ്സ് ചേർന്നിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ ആണ്. ഇത് 40 ഏക്കറോളം ഉണ്ട്. ഓക്കെ, അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ ബൊട്ടാണിക്കൽ ഗാർഡന്റെ പേരൊക്കെ വെച്ചിട്ടുള്ള ബസ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സ്റ്റാഫുകളെ കൊണ്ടുപോകാനൊക്കെ ആയിട്ടാണ് തോന്നുന്നത്. നല്ല രസമുള്ള വഴികളാണ്. നല്ല എസ് പോലുള്ള റോഡുകളും വീതി കുറഞ്ഞ ചെറിയ റോഡുകളാണ്. പിന്നെന്തൊക്കെയാ പറയുന്നത് എനിക്കറിയാവുന്നേ? ഇത് കേരളത്തിലെ ഏറ്റവും പ്രൈവറ്റ് ഇതിലുള്ളതിൽ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇത് ശരിക്കും ഒരു റൂറൽ ഏരിയ തന്നെ കേട്ടോ. റൂറൽ ഏരിയയിൽ ഇത്രയും വലിയൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നൊക്കെ പറയുന്നത് ശരിക്കും അത്ഭുതം തന്നെയാണ്. 3 സഹോദരങ്ങൾ ചേർന്നിട്ട് സ്ഥാപിച്ച ഒരു ഗാർഡനാണിത്. കണ്ട ബോർഡ് നമുക്ക് കാണാം, കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ. സോ അങ്ങനെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. വളരെ വിശാലമായിട്ടുള്ള ഒരു റോഡും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ കുറെ കൺസ്ട്രക്ഷൻ വർക്ക്സ് ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ്. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രീ ആണ്, എൻട്രി ഫ്രീ ആണ്. ഇവിടെ കുറേ പ്ലാന്റ്സിന്റെ ഒക്കെ വില വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർ ഫ്രൂട്ട് ആണെന്ന് തോന്നുന്നു. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ തോന്നുന്നു ഇത് അതാണെന്ന് തോന്നുന്നു. കുറേ വെറൈറ്റീസ് ഓഫ് സാധനങ്ങളുണ്ട്. ലോട്ടസിലാണെങ്കിലും ആമ്പലിനാണെങ്കിലും എല്ലാത്തിലാണെങ്കിലും നമുക്കറിയാത്ത കുറേ പേരുകളാണ് എല്ലാം. ഈ ഒരു ഏരിയയിൽ ഫുള്ള് വാട്ടർ പ്ലാന്റ്സ് ആണുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ഹാഫ് ഡേ എങ്കിലും നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാനുണ്ട് ഇവിടെ, അല്ലേ പാറു? എന്താ പറയുന്നത്? കടലാസ് റോസ്, ബൊഗെയിൻവില്ലയാണിത്. പല രീതിയിലുള്ളതുണ്ട്, പല കളറിലുള്ളതുണ്ട്. വയലറ്റ് കളറ്, റോസ് കളറ്, വെള്ള കളറ്, അല്ല മഞ്ഞ. ഇത്രയും 20,000 രൂപയുടെ സാധനം. അതെ, ഇത്രയും കളറുള്ള ഫോട്ടോടൊക്കെ 20,000 രൂപ. ഫ്ലെയിം റെഡ് അതിനൊക്കെ 450 രൂപയുടെ ഒരു തൈക്ക് കേട്ടോ. 350 രൂപയുടെ. എന്തൊക്കെയാണെങ്കിലും ഇത് വേറൊരു ലോകം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ പേര് ഹെലികോപ്റ്റർ എന്നൊക്കെ പറയണ്ട. അവിടെ ഇരുന്ന് ഗൂഗിൾ നോക്കി എന്താ പേരൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് ആള്. കുറേ പോട്ട്സ് ഒക്കെ ഉള്ള ഒരു സെറ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്.
ഈ ചിത്രങ്ങളൊക്കെ ഓരോരുത്തർ വരച്ചു വെച്ചേക്കുന്നതാണ് കേട്ടോ. ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്. നമ്മളിവിടെ വന്ന വർത്തായിട്ടുള്ള ഇതാണ്. മരത്തിന്റെ നോക്കി കൊട പോലത്തെ മരം. ഈ മരത്തിന് എത്ര രൂപയാണ് നമുക്ക്? 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ. 5 ലക്ഷത്തിന്റെ സാധനമാണ്. എനിക്ക് മൊത്തം കൂടെ ആണെന്ന് തോന്നുന്നു. എങ്ങനെ മനസ്സിലൊക്കെ കുളിർമയാണ് ഇത്രയും ചെടികളും പച്ചപ്പും കാണുമ്പോഴേ. നല്ലൊരു ഇളം കാറ്റൊക്കെ ഉണ്ട്. എന്താ പറയാനുള്ളത്? ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ചെടി ലവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നല്ല ബെസ്റ്റ് സ്ഥലമാണ്. അതാണ്, കുറേ ഉണ്ട്. ഇത് നമ്മൾ തീരൂല. ഒരു ദിവസം നന്നായിട്ട് ശരിക്കും ഓരോ മുക്കും മൂലയും ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാലാണ് മനസ്സിലാവുള്ളൂ. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ചെടികളുമായിട്ട് ബന്ധപ്പെട്ട് എന്തുള്ളവർക്കും ഇവിടെ പിന്നെ പച്ചക്കറി വിത്തുകളും തൈകളും ഒക്കെ അവൈലബിൾ അല്ലേ? നമ്മളൊരു ഈവനിങ് ടൈമിലാണ് വന്നത്. അധികം സമയം ഉണ്ടായിരുന്നില്ല. എല്ലാ സാധനവും ഉണ്ട്. ഇപ്പം നമുക്ക് വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള കല്ലുകൾ, അതുപോലെ തന്നെ ചെടി വെക്കാനുള്ള ചട്ടികൾ, ചെടികൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. ഒരുപാട് വർക്കേഴ്സ് ഉണ്ട്. പല സംസ്ഥാനത്തു നിന്നുള്ള പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. നമുക്കൊന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഡീൽ ചെയ്യാനോ അങ്ങനെ ഒരാളെ കിട്ടുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോ ചെയ്യാമായിരുന്നു. നമുക്കുള്ള ഒരു നോളജ് വെച്ചിട്ട് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനിയും ഇവിടെ വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇച്ചിരി കൂടെ ടൈം എടുത്ത് സ്പെൻഡ് ചെയ്യണമെന്നുണ്ട്. അപ്പം നമുക്ക് ആരെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ എന്ന് പറയുന്നത്. അത്രയല്ലേ ഉള്ളൂ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ശരി, ബൈ ബൈ, ടാറ്റ.